എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പീട്രോണിന്റെ ബാസ്ബഡ്സ് ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഇയർബഡ്സിന്റെ കുറച്ച് വിശേഷങ്ങളാണ്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ പീട്രോണിന്റെ ടാൻജൻ ലൈറ്റ് എന്ന് പറഞ്ഞ നെക്ക് ബാൻഡ് റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നെക്ക് ബാൻഡും ഈ ഒരു ബാസ്ബഡ്സ് ലൈറ്റും ഞാൻ ഒരുമിച്ചിട്ടാണ് വാങ്ങിച്ചതെന്നുള്ളത്. എന്തായാലും ഇതിന്റെ വില എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് അകത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു 1000 രൂപയ്ക്ക് ഉള്ളിലുള്ള ഒരു ഇയർബഡ്സ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാൻ പോകുന്നതും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു 1000 രൂപയ്ക്കകത്തുള്ള ഒരു ഇയർബഡ്സിന് എന്തുമാത്രം ഒരു ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ്സിന്റെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ടാൻജൻ ലൈറ്റ് അൺബോക്സ് ചെയ്ത പോലത്തെ തന്നെയായിരുന്നു. പീട്രോണിന് ഏറ്റവും മുകളിലും തൊട്ട് താഴെ ബാസ്ബഡ്സ് ലൈറ്റ് ട്രൂ വയർലെസ് സ്റ്റീരിയോ ഇയർബഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു TWSന്റെ ഫോട്ടോയും കാണാൻ സാധിക്കും. വലത് സൈഡിൽ നോക്കുവാണെങ്കിലും ഇടത് സൈഡിൽ നോക്കുവാണെങ്കിലും ബാസ്ബഡ്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടും പീട്രോണിന്റെ ലോഗോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പുറകിൽ നോക്കുവാണെങ്കിൽ സ്പെസിഫിക്കേഷൻസിന്റെ ഭാഗമായിട്ട് എല്ലാം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. കളർ നോക്കുവാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ MRP 2000 മന്ത് ആൻഡ് ഇയർ ഓഫ് പാക്കിംഗ് നോക്കുവാണെങ്കിൽ December 2020 ആണെന്നുള്ളതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ എടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വെച്ചാൽ പീട്രോൺ ബാസ്ബഡ്സ് ലൈറ്റ് V2 എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്ബഡ്സ് ലൈറ്റ് V2 ഉണ്ട്, അതുപോലെ തന്നെ ബാസ്ബഡ്സ് ലൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഒരു പ്ലാസ്റ്റിക് റാപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ബാസ്ബഡ്സ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കണ്ടോ നമുക്കൊരു നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവലും അതോടൊപ്പം തന്നെ നമ്മുടെ ബാസ്ബഡ്സ് നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് നമുക്ക് ഇത് രണ്ടും ലഭ്യമാകുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ കൂടെ ഒരു മൈക്രോ USB കേബിളും കൂടെ ഒരു 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർബഡ്സുകളാണ് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചെവിയിലിരിക്കുന്നതാണ് നമ്മുടെ പീട്രോണിൻ്റെ ബാസ്ബഡ്സ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇയർബഡ്സ്. 1000 രൂപയ്ക്ക് അകത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇയർബഡ്സ് ആണോ എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഞാനപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് എടുത്ത് ചെവിയിൽ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് അകത്തുള്ള ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ, TWS ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള അറിയാനായിട്ടുള്ള വലിയൊരു ആകാംക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് എടുത്ത് കണക്ട് ചെയ്തിട്ട് പാട്ട് കേട്ട് നോക്കി, അതുപോലെ തന്നെ കോളും ചെയ്ത് നോക്കി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാമെന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഇയർബഡ്സ് മാത്രമല്ല നമുക്ക് ലഭ്യമാകുന്നത് ഈ ഒരു കേസും കൂടെയാണ്. അപ്പോൾ കേസ് ആദ്യം നമുക്ക് ഫിസിക്കലി ഒന്ന് നോക്കാം. ഏറ്റവും മുന്നിൽ നോക്കുവാണെങ്കിൽ പീട്രോണിന്റെ ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു മാറ്റ് ഫിനിഷ്ഡ് ബ്ലാക്ക് കളറിലുള്ള ഒരു കേസാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സിന്റെ കൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 3 കളേഴ്സ് വേറെ ലഭ്യമാണ്. ഗ്രീൻ, ബ്ലൂ, അതുപോലെ തന്നെ വൈറ്റ്. ഈ 4 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സ് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും 999 രൂപയാണ് ആമസോണിൽ നമുക്ക് ഈ ഒരു ഇയർബഡ്സിന്റെ വില എന്ന് പറയുന്നത്. ആകെ ബ്ലാക്ക് കളർ മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്, മറ്റുള്ളതൊന്നും തന്നെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വില എത്രമാത്രമാണെന്നുള്ളത് ഒരിക്കലും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ ഒരു ബ്ലാക്ക് കളറിന് 999 രൂപയാണ്. എന്നാൽ ഓഫർ സമയത്ത് നമുക്കൊരു 899 രൂപയ്ക്ക് അല്ലെങ്കിൽ 799 രൂപയ്ക്ക് ഇത് ലഭ്യമാകും എന്നുള്ളതാണ്. ഇനി ഫിസിക്കലി നമുക്ക് കൂടുതൽ പറയുവാണെങ്കിൽ ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു മൈക്രോ USB പോർട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു ബട്ടൺ കാണുന്ന ഒരു TWS ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. എന്താണ് ഈ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി നമ്മുടെ ഈ ഒരു കേസ് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയാണ്. 400 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു കേസ് എന്നുള്ളത്. ഇനി ഇയർബഡ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്കിത് ഒന്ന് അകത്ത് വെച്ച് കാണിച്ചു തരാം. എന്തായാലും അതിന് മുന്നേ ഈ അടപ്പെന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കവർ എന്ന് പറയുന്നത് ആക്ച്വലി മാനുവലിയാണ്. നമ്മൾ കണ്ടോ ഇപ്പോൾ സൗണ്ട് കേട്ട പോലെ അടയ്ക്കേണ്ടത്. ഒരിക്കലും ഇത് മാഗ്നറ്റ് അല്ല, നമ്മൾ ജസ്റ്റ് മാനുവലിയാണ്. അതുപോലെ തന്നെയാണ് ഇയർബഡ്സ് നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോഴും. ഇപ്പോൾ കണ്ടോ
ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ 131 നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഈവൻ 1300 രൂപയേ ഉള്ളൂ. അത് ആ 131 കണ്ടിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അകത്തേക്ക് പോകുന്നതാണ്, ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിനകത്ത് അതില്ല, നമ്മളിങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് കണ്ടോ ഇവിടെ ചാർജിങ് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇപ്പോൾ ബ്ലൂ ലൈറ്റ് കത്തി കിടക്കുവാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TWS ചാർജ് ആകുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് റെഡ് ലൈറ്റ് കത്തി കിടക്കും, അതിൻ്റെ അർത്ഥം ഈ TWS ചാർജ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു TWS ചാർജ് ആകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനുവലി നമുക്കിത് എങ്ങനെ ഓഫ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഞാൻ ഒന്ന് ടാപ്പ് ചെയ്യുവാണ്, ഹോൾഡ് ചെയ്ത് വയ്ക്കുവാണ്, കണ്ടോ ഓഫ് ആയി എന്നുള്ളതാണ്. ഇനി നമ്മളിവിടെ ഓൺ ആക്കി നോക്കുവാണെങ്കിൽ കണ്ടോ സാധനം ചാർജ് ആകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി നമുക്കിത് ചാർജ് ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും അത്യാവശ്യം എന്താ പറയുക, ഒരു 899 രൂപയ്ക്കൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കേസും അതുപോലെ തന്നെ TWS അതായത് നമ്മുടെ ഈ ഒരു ഇയർബഡ്സും നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഇയർബഡ്സുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ഫിസിക്കലി നോക്കുവാണെങ്കിൽ ലെങ്ത് കൂടിയിട്ട് വിഡ്ത്തും കൂടിയിട്ടുള്ള ഒരു സ്റ്റെമ്മോട് കൂടിയിട്ടാണ് നമ്മുടെ രണ്ട് ഇയർബഡ്സുകളും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. 10mm ഡ്രൈവേഴ്സാണ്, ഡൈനാമിക് ഡ്രൈവേഴ്സാണ് ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് തന്നെയാണ്, ടോട്ടലി പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ ഇയർബഡ്സുകൾ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു ഭംഗി കൂട്ടാനായിട്ട് ഈ ഒരു സിൽവർ ലൈൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ആ ഒരു ഭംഗി കൂട്ടൽ നമുക്ക് കൊള്ളാമെന്നുമായിട്ട് എടുക്കാം, അതുപോലെ തന്നെ കൊള്ളില്ല എന്നുള്ള രീതിക്കും എടുക്കാം. ചില സമയത്ത് ഇതൊരു ചീപ്പ് ലുക്ക് പോലെ തോന്നുന്നു ഈ ഒരു സിൽവർ ലൈൻ. പക്ഷേ അല്ലാത്ത രീതിയിൽ നമുക്ക് സിൽവർ ലൈൻ വന്നത് കൊള്ളാം എന്നുള്ള രീതിക്ക് എടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് ഭംഗിയായിട്ട് തോന്നും എന്നുള്ളതാണ്. ഇനി ഇതിൽ ഫിസിക്കലി നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് MFB ബട്ടണും തൊട്ട് താഴെയായിട്ട് മൈക്കും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ MFBയെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടിലും രണ്ട് രീതിയിലാണ് കൺട്രോൾസ് വർക്ക് ആവുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ വലത് ഇയർബഡ്സിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടത് ഇയർബഡ്സിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് നമ്മുടെ വലതുവശത്തിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആരെയാണോ അവസാനമായിട്ട് വിളിച്ചേക്കുന്നത് അവരിലേക്ക് കോൾ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇടത് ഇയർബഡ്സിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് വർക്ക് ആവും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കോൾ കട്ട് ചെയ്യാനും കോൾ എടുക്കാനും അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് ഏതായാലും കുഴപ്പമില്ല, ഏതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് നീക്കിക്കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് ഈ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്യാം. പൊതുവേ എല്ലാം അങ്ങനെ തന്നെയാണ്, ഒരെണ്ണമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പലരും നമ്മുടെ വീഡിയോയിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് ഒരെണ്ണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും രണ്ടിലും മൈക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സംസാരം മാത്രമാണ് ഉള്ളെങ്കിൽ, ഇതിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയുവാണ്, സംസാരം മാത്രമാണ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരെണ്ണം മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഫിസിക്കലി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബാറ്ററിയെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ഇയർബഡ്സുകളിൽ നമുക്ക് ഓരോന്നിലും 50 mAh ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 400 mAh ആണ് ഈ ഒരു കേസിൽ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഒരു 6 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം നമുക്ക് ഈ ഒരു ഇയർബഡ്സുകളിൽ നിന്നും ലഭ്യമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 5 മണിക്കൂർ ടോക്ക് ടൈമും ലഭ്യമാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് 400 mAh നിന്ന് നമുക്ക് 20 മണിക്കൂറാണ് കമ്പനി പറയുന്നത് എന്നുള്ളതാണ്. 1.5 hours ആണ് ഈ ഇയർബഡ്സുകൾ നമുക്ക് 100% ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു 400 mAh ഉള്ള കേസും ഇയർബഡ്സും കൂടെയൊക്കെ കൂട്ടിയിട്ട് 45 gram ആണ് ഇതിന്റെ വെയിറ്റ് എന്നുള്ളതാണ്. ഒരു വർഷം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നെക്ക് ബാൻഡ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വാറണ്ടി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനകത്ത് നമുക്ക് ഇതൊക്കെ ചീത്തായി കഴിഞ്ഞാലും കുഴപ്പമില്ല, മേ ബി അത് റീപ്ലേസ് ചെയ്ത് തരും എന്നുള്ളതാണ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ് എന്നുള്ളതാണ്. കണക്ഷൻ ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒരു 3 സെക്കൻഡിനകത്ത് തന്നെ നമ്മുടെ ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് പെയർ ആകും എന്നുള്ളതാണ്. പിന്നെ പൊതുവേ പലർക്കും സംശയം എന്ന് പറയുന്നത് ഇത് എങ്ങനെ പെയർ ആക്കുമെന്ന്, കാരണം ഞാൻ പല വീഡിയോകളിലും കണ്ടെന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മൊബൈലിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആഡ് ഡിവൈസ് ബ്ലൂടൂത്തിൽ പോയിട്ട് ആഡ് ഡിവൈസ് കൊടുക്കുക, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. നമുക്ക്
ഏറ്റവും താഴെയായിട്ട് പീട്രോണിൻ്റെ ബാസ്ബഡ്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണാൻ സാധിക്കും, യൂസർ നെയിം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക്കലി ഇത് കണക്ട് ആകും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു കേസിൽ നിന്നും നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് റീകണക്ട് ആകും എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേസ് മാനുവലി ഓപ്പൺ ആക്കുന്നത് ചെറുതായിട്ടൊരു പുഷ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സുകൾ നമ്മൾ അതിനകത്ത് വെക്കുമ്പോഴും ചെറിയൊരു പുഷ് കൊടുക്കണം എന്നുള്ളത് ഓർക്കണം. ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ 1000 രൂപയ്ക്ക് അകത്താണെന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിൻ കാര്യം മ്യൂസിക് ക്വാളിറ്റി, അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി. ആദ്യം നമുക്ക് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ 100% ഞാൻ പറയുവാണ്, 2-3 പേരെ വിളിച്ചിട്ട് പോലും അവർ കുഴപ്പം എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കേൾക്കുന്നു എന്നൊന്നുമല്ല. നമ്മൾ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കുന്നുണ്ട്, അത് തന്നെയാണ്. അല്ലാണ്ട് HD അല്ല, അതുപോലെ തന്നെ അങ്ങ് ഭയങ്കര ഡൗണും അല്ല എന്നുള്ളതാണ്. മൈക്ക് ക്വാളിറ്റി എന്തായാലും ഈ ഒരു 1500-2000 രൂപയ്ക്കകത്തുള്ള ഒരു TWS വാങ്ങിച്ചാൽ പോലും മൈക്ക് ക്വാളിറ്റി എനിക്ക് കാണാൻ സാധിക്കത്തില്ല അതിനകത്ത് ഒന്നിലും. എന്നാൽ ഇവിടെ നമുക്ക് വെറും 1000 രൂപയ്ക്ക് അകത്തുള്ള ഈ ഒരു ഇയർബഡ്സിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോള് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവേഴ്സിന് നല്ല വീതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ ഇതിങ്ങനെ വെച്ചേക്കുമ്പോഴത്തേക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞത് ആദ്യം പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയിലേക്ക് എയർ കയറാതിരിക്കുകയും അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്, നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ ഞാൻ വീണ്ടും പറയുന്നത് ഇതിൻ്റെ വില നോക്കുമ്പോഴത്തേക്ക് വില വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റിനെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അത് പോരാ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇക്വലൈസറൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കേൾക്കാമെന്നുള്ളതാണ്. ട്രബിളും ബാസും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു മോണോ ടൈപ്പാണ് സത്യം പറഞ്ഞാൽ ഡീഫോൾട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വലൈസർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. സ്റ്റീരിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ഇതിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു TWS വേണം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു TWS പറയത്തില്ല. വേറൊന്നുമല്ല, ഒരു നെക്ക് ബാൻഡ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് 1000 രൂപയ്ക്ക്. അതല്ല നിങ്ങൾക്കൊരു TWS തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളിത് മേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയാനായിട്ടെ നമ്മൾ മ്യൂസിക് കേൾക്കുന്ന ഒരിക്കലും ഈ പ്ലെയറിൽ മാത്രമല്ലല്ലോ, യൂട്യൂബിൽ വീഡിയോ കാണാറുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള മൂവിയൊക്കെ കാണാറുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് പക്ഷെ നമുക്ക് ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കുള്ള ഔട്ട്പുട്ട് ലഭ്യമാകത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഗെയിം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല ഡിലേ ഉണ്ടെന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു ഡ്രൈവിംഗ് ഗെയിം കളിക്കുന്ന സമയത്ത് ഇങ്ങനെ അത് ഇടിച്ച് ക്രാഷ് ചെയ്തിട്ട് സൗണ്ട് കേൾക്കുന്ന പക്ഷേ ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലേറ്റൻസി ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. ഗെയിം കളിക്കാനായിട്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾ ഒരിക്കലും ഈ ഒരു സാധനം മേടിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു ഇയർബഡ്സിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പീട്രോണിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ബാസ്ബഡ്സ് ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.